ഞങ്ങൾക്ക് രാത്രി എന്നാലും വരും ഞങ്ങൾ ഈ പടം കാണാൻ വേണ്ടി. ഒരിക്കൽ ഇവിടെ കണ്ടാലേ ആ തൃപ്തി ഇതാവുള്ളൂ. മൂലത്തിൽ അടികിട്ടുന്ന ഒരു റിവ്യൂവർ ഉണ്ടല്ലോ, മൂലത്തിൽ അടികിട്ടുന്ന, ആ പേര് ഞാൻ പറയാനില്ല. നമ്മൾ ഈ കളിക്കുമ്പോൾ ഇങ്ങനെ ബാറ്റ് കൊണ്ട് കളിക്കുമ്പോൾ മൂലത്തിൽ അടികിട്ടുന്ന ഒരു റിവ്യൂവർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത്, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, മാസമായിരുന്നു, പരമ മാസമായിരുന്നു. കോമഡി പൊളിയായിരുന്നു, നല്ല സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, പൊളിയാണ്, വേറെ ലെവലാണ് പടം, ഒരു രക്ഷയില്ല. പിന്നെ അല്ലാതെ ഒരു വെറൈറ്റി ആയിരുന്നു. ദിലീപേട്ടൻ്റെ എല്ലാ സീനും അടിപൊളിയാണ്. നമ്മളെ പ്രതീക്ഷിച്ചെങ്കാട്ടി നല്ല പഴയ ദിലീപേട്ടൻ എങ്ങനെയായിരുന്നു ആ ദിലീപേട്ടൻ നമുക്ക് കിട്ടി ആണ് ശരിക്കും. ഞാൻ എന്തായാലും രാത്രി കാണാൻ വരാനുള്ള ഒരു ടിക്കറ്റ് കിട്ടിയ രാത്രി വരും. വീട്ടിൽ പോയിട്ട് പറയാം, മോൻ മാത്രം കണ്ടില്ല, ഞങ്ങൾ 5 മക്കളെ കൊണ്ടാണ് ഞാൻ വന്നത്. 5 മക്കളും കണ്ട് നല്ല ഇതായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെയാണ് പോണത്. കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ഫലമുണ്ട്. ഞങ്ങൾക്ക് രാത്രി എന്തായാലും വരും ഞങ്ങൾ ഈ പടം കാണാൻ വേണ്ടി. ഒരിക്കൽ ഇവിടെ കണ്ടാലേ ആ തൃപ്തി ഇതാവുള്ളൂ. നല്ല പടം, കൊള്ളാം. പവർ പടം, ഒന്നും പറയാനില്ല. ദിലീപേട്ടൻ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇല്ല ഇതൊരു ന്യൂജൻ ദിലീപേട്ടൻ, അങ്ങനെയാണെ പറയാം. പവർ പടമായിരുന്നു. സൂപ്പർ, കൊള്ളാം, സൂപ്പർ. നല്ല കോമഡി ഉണ്ടായിരുന്നു, പിന്നെ കരയിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ, കൊള്ളാം. അതിലൊരു വ്യക്തി വന്ന് ദിലീപേട്ടനെ അടിക്കുന്നതായിട്ടുള്ള സീനാണ് ഇഷ്ടപ്പെടാത്തത്. ലാസ്റ്റത്തെ പിന്നെ പട്ടി വരെ അതൊക്കെ സൂപ്പറായിരുന്നു, അതൊക്കെ കൊള്ളായിരുന്നു. ദിലീപേട്ടൻ്റെ ഒരു നല്ല മൂവി തന്നെ, മസ്റ്റ് വാച്ച് ആണ്, തിരിച്ചുവരവ് തന്നെയാണ് ഉറപ്പായിട്ട്. കോമഡിയാണ്, എല്ലാം ഉണ്ട്, ഫീൽ ഗുഡാണ്, ഒരു പാക്ഡ് ആണ്. അത്ര വലിയ മികച്ചതൊന്നുമല്ല, അല്ല നല്ലൊരു എൻ്റർടൈനർ എന്ന് പറയാൻ ഇല്ല. ദിലീപേട്ടൻ്റെ ഒരു ഹിറ്റ് പടം, കാരണം ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മലയാളം ഫിലിം ഹിറ്റായിട്ട് വരെയല്ലേ, അതിലൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. ഫാമിലി പടം സൂപ്പർ ഹിറ്റായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴയ ദിലീപേട്ടനൊക്കെ ഇതിൽ കണ്ട് പല വട്ടമായിട്ട് ഇങ്ങനെ മാറി ദിലീപേട്ടൻ പല കോമഡികളും ഉണ്ട്. നല്ല സൂപ്പർ പടം. കുഴപ്പമില്ല ബ്രോ, കണ്ടുകൊണ്ടിരിക്കുക. ഒരു പൊക്കമില്ല, താഴ്ചയില്ലാത്തൊരു സിനിമ. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്, പക്ഷേ പഴയ കോമഡി അങ്ങനത്തെ ഒന്നുമല്ല. കണ്ടുകൊണ്ടിരിക്കുക. ചിലവർക്ക് ചിലപ്പോൾ ലാഗായിട്ട് തോന്നും, എനിക്കങ്ങനെ തോന്നില്ല. ഒരു സിനിമ ഷോർട്ട് ഫിലിം ഉണ്ടല്ലേ, നാരായണിക്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഗുഡ് ത്രെഡായിട്ട് എടുത്തിട്ടുള്ള സിനിമ. കോമഡി കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. കുറേ നാളോടിയിട്ടാണ് ദിലീപേട്ടൻ്റെ ഇത്രയും സൂപ്പറായിട്ടൊരു പടം വന്നത്. ഫസ്റ്റ് കുറച്ചൊരു ഇതുണ്ടായിരുന്നെങ്കിലും പിന്നെ അതിനുശേഷം എല്ലാം സൂപ്പറായിട്ട് വന്നു. ഒരു കുറ്റം പറയാനില്ല, കിടിലൻ പടമാണ് ബ്രോ. നല്ല പടമാണ് ബ്രോ, കണ്ടിരിക്കുക. ആവറേജ് പടമാണ്, ചെറിയ കോമഡിയും ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള പടമാണ്. ഇങ്ങനെ മാസം ക്ലാസ്സൊന്നും അല്ല, ഫാമിലി ഓഡിയൻസിന് നല്ല പടമാണ്. ഇപ്പോൾ പഴയ ദിലീപേട്ടൻ എന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഒരിടത്ത് പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും ക്ലാസ് പടം എന്ന് വെച്ചാൽ ഫാമിലിക്ക് മാത്രം പറ്റിയ പടം. മാസം ഒന്നും പ്രതീക്ഷിക്കണം, ഫാമിലി ആണെങ്കിൽ ഇഷ്ടപ്പെടും. ഇവിടെ ഒരു ആവറേജ് മൂവി, അതിൽ കൂടുതലില്ല. ഒരു കോമഡിയുടെ ഒക്കെ എന്തോ ഒരു അതിപ്രസരം പോലെ തോന്നി. ഒരു നോർമൽ കോമഡി എന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തോ കാട്ടുകൂട്ടലുകൾ പോലെയാണ് കൂടുതലായിട്ടും തോന്നിയത്. ഉഗ്രൻ സിനിമ, പ്രേക്ഷകരുടെ മനസ്സും കണ്ണും ഒരുപോലെ നനയിക്കുന്ന നല്ല സിനിമ, നല്ല ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദിലീപേട്ടനെ തിരിച്ചു കിട്ടി. ഇങ്ങനൊരു ദിലീപേട്ടനെയായിരുന്നു ഞാൻ എല്ലാ സിനിമയുടെയും പ്രേക്ഷകനാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സ്ഥിരം റിവ്യൂ പറയുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ആ ദിലീപേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി. ദിലീപേട്ടൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് 101%. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുടെ, ശരിക്കും എനിക്ക് ഇമോഷണലിയും പേഴ്സണലിയും ഭയങ്കര കണക്റ്റായി സാധനം. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു, സത്യം പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിപ്പോണം. വലിയ ഫ്ലാറ്റിലൊക്കെ അമ്മയൊക്കെ തനിച്ചായി പോകുന്ന മക്കളും ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ വക സാധനങ്ങളും, കോമഡിക്ക് കോമഡി, പക്കയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പക്ക എൻ്റർടൈനറാണ് ഈ സിനിമ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. മറ്റേ മൂലത്തിൽ അടികിട്ടുന്ന ഒരു റിവ്യൂവർ ഉണ്ടല്ലോ, മൂലത്തിൽ അടികിട്ടുന്ന, ആ പേര് ഞാൻ പറയാനില്ല. നമ്മൾ ഈ കളിക്കുമ്പോൾ ഇങ്ങനെ ബാറ്റ് കൊണ്ട് കളിക്കുമ്പോൾ മൂലത്തിൽ അടികിട്ടുന്ന ഒരു റിവ്യൂവർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള സിനിമ, ഇതൊക്കെയാണ് മലയാള തനിമയുള്ള സിനിമ. മറ്റേ ഭയങ്കര ഭയങ്കര മ്യൂസിക്കും ഭയങ്കര അടിയും സ്റ്റണ്ടും കുത്തും അങ്ങനെയുള്ള സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൂടെ, ഇതാണ് മലയാള തനിമയുള്ള മലയാളികളുടെ ഒരു സംസ്കാരവും കാര്യങ്ങളുണ്ട്, അതിനെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വോട്ട് ചെയ്തിട്ടില്ല, ദിലീപേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്യാതെ വന്നത്. ഇനി പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വോട്ടും ചെയ്യുക. എല്ലാവരും ഫാമിലിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു കാരണവശാലും പൈസ നഷ്ടപ്പെടില്ല. എല്ലാവരും വോട്ടും ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വന്ന് കാണുക സിനിമ. പടം എന്തായാലും ഒരു 100 ദിവസം കളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.